ഉള്ളിൽ ദുഷ്ടത വെച്ച് ആരുടെ അരികിലും സമീപിക്കാതിരിക്കുക എന്നുള്ളതാണ്. യേശുവിനെ വാക്കിൽ കൊടുക്കാൻ വേണ്ടി അവർ ആഗ്രഹിച്ച് ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളും ഇതുപോലെ തന്നെ ഒരു വ്യക്തികളായിട്ട് മാറുന്നുണ്ട്. മറ്റുള്ളവരെ മുറിപ്പെടുത്തുക, മറ്റുള്ളവരെ വേദനിപ്പിക്കുക, മറ്റുള്ളവരെ വീഴ്ത്തുക എന്നതിന് വേണ്ടി ചില ചോദ്യങ്ങൾ ചോദിക്കുന്ന വ്യക്തികളാണ്. ഉള്ളിൽ കൗശലത വെച്ചുകൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. നിഷ്കളങ്കരായിട്ട് ജീവിക്കാൻ, ആത്മാർത്ഥതയോടെ ജീവിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നദാനിനെ കുറിച്ച് നിഷ്കപടനായ യഥാർത്ഥ ഇസ്രായേൽക്കാരൻ എന്ന് പറഞ്ഞത്. എന്നെക്കുറിച്ച് എൻ്റെ ദൈവം അത് പറയുമോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പുറത്ത് നമ്മളൊരു ഭാവം കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ കുറേ കൗശലതകളും അതുപോലെ തന്നെ സൂത്രങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ നമ്മൾ ജീവിക്കുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യാം. മനുഷ്യരൊക്കെ പറ്റിക്കാം, എന്നാൽ ദൈവത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ, അറിയുന്ന ദൈവം, എല്ലാം ദൈവം അറിയുന്ന ആ കർത്താവിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ എനിക്ക് ദൈവത്തെ പറ്റിക്കാൻ പറ്റുമോ? വിശുദ്ധ കുമ്പസാരത്തിന് പോകുമ്പോഴാണ് നമ്മൾ ചിന്തിക്കേണ്ട ഇത്രയേ ഉള്ളൂ. നമ്മൾ നമ്മുടെ പാപങ്ങളേറ്റ് പറയുമ്പോൾ മറ്റുള്ളവരെ കുറിച്ച് പറയാറുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ കാരണമാണെന്ന് പറയാറുണ്ട്. പക്ഷെ ഇതെല്ലാം അറിയുന്ന കർത്താവിന് മുമ്പിലാണ് നമ്മളിത് പറയുന്നതെന്ന് ബോധ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ നിശബ്ദമാകും. ആ ബോധ്യം നഷ്ടപ്പെടുമ്പോഴാണ് മറ്റുള്ളവർ കാരണമാണ്, അതുകൊണ്ടാണ്, ഇതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആരെയും വാക്കിൽ കൊടുക്കുന്ന കൗശലതകൾ നിറഞ്ഞ ഒരു ജീവിതമായിട്ട് നമ്മൾ മുന്നോട്ട് പോകാതിരിക്കാം. പ്രാർത്ഥിക്കാം.